ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നോമ്പുകാല ധ്യാന ചിന്തകളിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ ചിന്താവിഷയം ദയ. അതിനാധാരമായി എടുത്തിരിക്കുന്ന വേദഭാഗം എഫെസ്യർ 4:25 മുതൽ 32 വരെയുള്ള വാക്യങ്ങൾ. കുറിവാക്യം എഫെസ്യർ 4:32. നിങ്ങൾ തമ്മിൽ ദയയും മനസ്സലിവും ഉള്ളവരായി ദൈവം ക്രിസ്തുവിൽ നിങ്ങളോട് ക്ഷമിച്ചതുപോലെ അന്യോന്യം ക്ഷമിപ്പിൻ. നമ്മുടെ സ്വഭാവത്തിൽ ഉണ്ടാകേണ്ട ആത്മാവിൻ്റെ ഫലങ്ങളിൽ ഒന്നാണ് ദയ. സ്നേഹത്തിലൂടെയാണ് ദയ നമ്മളിൽ ഉണ്ടാകുന്നത്. ദൈവം കരുണയുള്ളവനും ദയ നിറഞ്ഞവനുമാണ്. നമ്മുടെ ജീവിതത്തിൽ യേശുക്രിസ്തുവാണ് ദയാലു എന്ന പേരിന് ഏറ്റവും യോഗ്യൻ. യേശുക്രിസ്തുവിൻ്റെ ദയയാണ് നമ്മുടെ രക്ഷയിലേക്ക് നയിച്ചത്. അതുപോലെ ദൈവം നമ്മിൽ നിന്നും ദയ ആഗ്രഹിക്കുന്നു. നമ്മുടെ ദയ അനേകർക്ക് രക്ഷയായി തീരണം. പാവപ്പെട്ടവരെ കരുതുവാനും ആരുമില്ലാത്തവരെ സഹായിക്കുവാനും ദയ എന്ന ആത്മഫലത്തിലൂടെ കഴിയും. നമുക്ക് ദയ കാണിക്കുവാൻ കഴിഞ്ഞാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കും. മുന്നിലോട്ടുള്ള ഓരോ നാളും നമുക്ക് ദയ ശീലിക്കാൻ ദൈവം നമ്മെ ഏവരെയും സമൃദ്ധിയായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.